ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോക്ടെയിലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. 1 കപ്പ് ചോപ്പ്ഡ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയാണ്, ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 or 3 സ്ലൈസ് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചാണ് നന്നായി അരച്ചെടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് കുറച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ഓറഞ്ച് ചേർക്കുമ്പോൾ ഓറഞ്ചിൻ്റെ സീഡ് കളയാൻ മറക്കരുത്. സീഡ് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കും. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല തണുത്ത വെള്ളമാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതും ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഫ്രൂട്ട്സൊക്കെ നന്നായി അരയണത് വരെ നമുക്ക് അരക്കാം. അപ്പോൾ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിന്റെ മേലെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ കോക്ടെയിൽ ഉണ്ടാക്കാനുള്ള സമയം എത്ര മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് കാണാം.